ഹായ്, എന്താ പാട്? സുഖല്ലേ? ഞാനേ ഹാർപ്പിക് ഹുസൈൻ്റെയും അതുമാതിരി ഫസൽ കാരാട്ടില്ലേ, ഫസൽ കാരാട്ടിനെ മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നായിട്ട് ശ്വാസം മുട്ടിയിട്ടുള്ളൊരു ചങ്ങായില്ലേ, എക്സ് മുസ്ലിം എന്ന് സ്വയം വാദിച്ച് നടക്കുന്ന ഈ കീടങ്ങളൊക്കെ റിയാക്ട് ചെയ്യലുണ്ട് ഞാൻ വീഡിയോ. നിങ്ങളും പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം എനിക്ക് കുറച്ച് ആളുകൾ എൻ്റെ ഇൻബോക്സിൽ ഒന്ന് രണ്ട് വീഡിയോസ് വിട്ടു. അതിൽ ചോദിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന കാരണം അവർ കൊണ്ടുവരുന്ന വീഡിയോക്കൊക്കെ ബ്രോ നന്നായിട്ട് റിയാക്ട് ചെയ്യും. ഈ വീഡിയോ ഒന്ന് കണ്ടോക്കെ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അത് ഞങ്ങളോട് പറയണ്ട, വീഡിയോ ആക്കിയിട്ട് തന്നെ പറയാറുണ്ട്. അപ്പം ശരി, ഞാൻ വീഡിയോ ആക്കിയിട്ട് തന്നെയാണ് പറയാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, അത് ആ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ വേണ്ട, ആദ്യം വീഡിയോ കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഇതാ, ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം? ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്ന ഒരു വിശ്വാസാണ്. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ലോകത്തുള്ള അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മളെ മറുപടി എന്താ? നമുക്കുള്ള എല്ലാ അനുഗ്രഹവും കിട്ടുന്നത് കാലഘട്ടത്തിന്റെ അസ്ഹാബുൽ വക്തുകളായ മശായിഖിലൂടെയാണ്, മടവൂര് ശൈഖിലൂടെയാണ്. മടവൂര് ശൈഖുനയെ വിളിച്ച് കുറ്റ്യാടിയിൽ നിന്നോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മടവൂര് ശൈഖേ ഞങ്ങളെ സഹായിക്കണേ, അങ്ങല്ലാതെ സഹായിക്കാനില്ല എന്ന ആ പഴയ ഒരു ഇസ്തിഗാസ നടത്താൻ ഈ ടീമിനെ സാവിയത്ത് സൂഫിയ വിളിക്കുകയാണ്. കേട്ടോങ്ങളെ, അതായത് മടവൂർ ഷെയ്ഖിനെ വിളിച്ചിട്ട് അങ്ങല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല എന്ന് ഞങ്ങള് പിന്നെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മടവൂർ ഷെയ്ഖിനെ പടച്ചോനായി കാണും. നിങ്ങൾക്കെന്താ, നിങ്ങൾ ആരാത് ചോദിക്കാം എന്നാണ് മൂപ്പരുടെ വാദം. അപ്പോൾ ഞാൻ ഇതേത് സംഘടനയാണോ അല്ലെ ഇതേത് ഗ്രൂപ്പാണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഏത് ഗ്രൂപ്പായാലും ഏത് സംഘടനയായാലും ഇസ്ലാമിൽ ഇങ്ങനെ ഒരു കാര്യമില്ല എന്നുള്ളത് എനിക്കറിയാം. ഇനി വ്യക്തമാകുന്ന രീതിയിൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. എന്തറിയോ, സ്വന്തം വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം വാപ്പ ഇനിയിപ്പോൾ മരിച്ചു പോയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, ഒരു മനുഷ്യൻ പറയാണ് ഞാൻ നിങ്ങളെ വാപ്പാന്ന് വിളിച്ചൂല, ഞാൻ അയലോക്കക്കാരനെ വാപ്പാന്ന് വിളിച്ചോളൂ, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ആ മനുഷ്യനോട് നിങ്ങൾ എന്ത് പറയും? ഇജ്ജ് വിളിച്ചോ, അതിനെന്താ, അണക്കില്ലാത്ത പ്രശ്നം ഞങ്ങൾക്ക് എന്തിനാ എന്നുള്ളതുള്ളൂ അല്ലേ? കാരണം ഇതൊന്നും നന്നാക്കിയാൽ നന്നാവൂല. അങ്ങനത്തെ ഒരു സൈസ് ടീമാണ് ഈ ടീം. ഓലിപ്പോൾ പടച്ചോന് പകരം വേറൊരാളെ കൊടുന്ന് വെച്ചിക്കാണ്. ഈ മടവൂര് ഷെയ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ, എൻ്റെ അറിവിൽ അത്രയും നല്ലൊരു മനുഷ്യനാണ്. കാരണം അങ്ങേരെ അറിവോടെ ഒന്നും ആവൂല ഇവർ ഈ ചെയ്ത് കൂട്ടുന്ന അങ്ങേരുടെ പേരിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരിക്കലും പിന്നെ ഈ മടവൂർ ഷെയ്ഖിനൊന്നും ഞാൻ കുറ്റം പറയാൻ ആളല്ല. ഞാൻ പറയുന്നത് ഈ കീടങ്ങളെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു ഗ്രൂപ്പിന്റെ ആളുമായിട്ടല്ല പറയുന്നത്. തെറ്റാരെടുത്ത് കണ്ടാലും ഞാൻ പറയും. എനിക്ക് ഇങ്ങനെ ഗ്രൂപ്പും പഞ്ചായത്തും മുനിസിപ്പാലിറ്റി ഒന്നും ഇല്ല, ഉള്ളതുമാതിരി പറയും. ഈ വീഡിയോക്ക് ചിലപ്പോൾ കുറേ നെഗറ്റീവ് കമന്റ് ഒക്കെ വരാം. വന്നോട്ടെ, ഇട്ടോട്ടെ, പെയ്ക്കോട്ടെ, അല്ലാതെ ഇപ്പം ഇതിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് ഇങ്ങനത്തെ സൈസ് മതം പറയുന്ന പരിപാടിയില്ല, എനിക്കത് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം. എങ്കിലും ഇത് കേട്ടിട്ട് പറയാതിരിക്കാന്ന് ഞാൻ സ്വയം വിശ്വസിച്ച് നടന്നപ്പോഴും എന്നോട് പല ആളുകളും ഇങ്ങോട്ട് മെസ്സേജ് വിട്ടിട്ട് ഇതിനെന്താ മുണ്ടാത്ത, ഉത്തരം മുട്ടിയോ അല്ലെ ഇതിനൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാണ്, ഇതിന്റെ സംഘടന ഗ്രൂപ്പും ഇവരുടെ നിയമമൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇതിൽ ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഇപ്പൊ ഇവര് പറയുന്നത്. എന്ന് വെച്ച് എല്ലാവരും ഇങ്ങനത്തെ വിശ്വാസികളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം മൂപ്പർക്ക് അങ്ങനെ മടവൂർ ഷെയ്ഖിനെ അള്ളായിട്ട് കാണണമെങ്കിൽ ആയിക്കോട്ടെ, കണ്ടോട്ടെ. ഇനി അയലോക്കക്കാരനെ കാണണ്ടെച്ച് കണ്ടോട്ടെ. അത് മൂപ്പരെ വിശ്വസിക്കുന്ന ആരൊക്കെയാണോ അവര് തമ്മിലുണ്ടായിക്കോട്ടെ. അതിനൊന്നും നമ്മൾക്ക് നന്നാക്കിയാൽ നന്നാവൂല. പിന്നെ ഈ വേഷട്ടുകൊണ്ട് അവര് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിന് മറുപടി. ഇപ്പോ ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഈ ഇജാതി സ്വാലിഹത്തായ ഇബിലീസുകളില്ല കാലാണ്. ഇവരൊക്കെ പറയുന്നത് ഈ ഇസ്ലാമിലെ ഏറ്റവും എന്താ പറയാ, അത്രയും തെറ്റുള്ള ഒരു കാര്യം മറ്റൊരാളുടെ കുറ്റവും കുറച്ചൊരു പറച്ചില്. ഇവരെന്നെ ഈ പണിയും കൊണ്ടാണ് നടക്കുന്നത്. എങ്ങനെ സിനിമയെ വെല്ലുന്ന ഡയലോഗും പിന്നെ വിഷ്വലൊക്കെയാണ് ഇവരെടുത്ത് ഓരോ തെളിവ് നടത്താൻ വേണ്ടി. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞിട്ട് സ്വയം ചളി വാരി ഇങ്ങനെ തേക്കുക. ഇപ്പൊ സോഷ്യൽ മീഡിയയും കൂടി ഉണ്ടല്ലോ, എന്തും ആവാം. അപ്പൊ അതുപോലും അങ്ങനെ ചെയ്തോട്ടെ. അതിലുപരി ഞങ്ങൾക്ക് വേറൊരു വീഡിയോ കാണിച്ചു തരാം, അതും കൂടി ഒന്ന് കാണാം. AP സമസ്തയിലെ ഗുണ്ടകളെ, AP സമസ്തയിലെ നവവഹാബികളെ, പ്ലീസ് നിങ്ങളോടുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്. ഞങ്ങളുടെ അഹില് മരിച്ചാൽ നിങ്ങൾ വരരുതേ, വയ്യത്ത് നിക്കരിക്കാൻ ആ വഴിക്ക് വന്നേക്കരുത്. എന്തിനാ ഞങ്ങൾ വരുന്നത്? ഒരു ബക്കറ്റിൽ നല്ലൊരു വെള്ളം,
അതിലൊരിറ്റ് മൂത്രം വീണാ കഴിഞ്ഞില്ലേ കഥ? എന്തിനാ നിങ്ങള് നജസാക്കാൻ വരുന്നത്? നിങ്ങൾ വരണ്ട. അല്ല ഇപ്പൊ നിങ്ങള് മയ്യത്ത് കഴിച്ചിട്ട് എന്തിട്ടാനാ? അതൊക്കെ ചെയ്യേണ്ടത് കൃത്യമായ രൂപത്തിൽ അവരുടെ വിഷയങ്ങളിൽ ഇടപെടാനും അവരുടെ ബർസഖിയായ ലോകത്ത് ഇടപെടാനും. ഇവലൊക്കെ ആരാ അറിയോ? ഇവലൊക്കെ സ്വർഗത്തേക്ക് ആളെ കൊണ്ടുപോണ വാളണ്ടിയേഴ്സ് ആണ്. ഏത്? കാരണം പടച്ചോൻ പറഞ്ഞ കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് തീരുമാനം എടുക്കാൻ അവകാശമുള്ള ആളുകളാണ് ഇവരെന്ന് സ്വയം വിശ്വസിച്ചിട്ട് കുറെ മുസ്ലിങ്ങളെ പറ്റിച്ച് നടക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. ഈ ഇവരൊക്കെ എന്ന് പറഞ്ഞത് ഒരു വിഭാഗത്തിനല്ല. അവരിപ്പോ പറഞ്ഞത് ആരിനെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എ പിക്കാരെന്നാ തോന്നുന്നത്. എനിക്ക് എ പിനോടും വിരോധമല്ല, ഇ കെനോടും വിരോധമല്ല, ആരോടും വിരോധമല്ല. പക്ഷെ ഇവർ പറയുന്ന കാര്യങ്ങളോടാണ് എനിക്ക് വിയോജിപ്പ്. അതാര് പറഞ്ഞാലും എനിക്ക് ഇതുപോലെയുള്ള എന്താ പറയാ ഇതിനെക്കുറിച്ച് പറയണമെന്ന് ഒരാൾ പറയുമ്പോൾ ഞാൻ എന്തായാലും പറയും. അതിന് ഞാൻ മടിക്കൂല. ഇവരൊക്കെ സ്വർഗത്തേക്ക് കൊണ്ടോണം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്താ പറയാ ഇവർക്കായിട്ട് സ്പെഷ്യൽ നരകമായിരിക്കും. ഈ തലീകെട്ടും കൊണ്ട് ആ നരകത്തിലായിരിക്കും ഇവരുണ്ടാവുക. പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ, അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ. ഞങ്ങളെ മശായിഖന്മാരെ കുറിച്ച് പാടും, എഴുതും, ഇഷ്ടമുള്ളതൊക്കെ പറയും. നിങ്ങൾക്ക് എന്താ ഛേദം? അങ്ങനത്തെ പാട്ടൊക്കെ പാടണവരും ശ്രദ്ധിക്കണം. ഓരോ പാട്ടും പാടണതിന് അതിനൊക്കെ അതിന്റെ ഒരു കണക്കുണ്ട്. ഹാസായി പ്രത്യേകമായുള്ള ആളുകൾ ഒരുമിച്ച് കൂടേണ്ട അടുത്ത് പാടുന്ന പാട്ടൊക്കെ പൊതുവായിട്ട് എല്ലാവരും കേൾക്കുന്നിടത്ത് പോയി പാടരുത്. ഓരോ പാട്ടും ഓരോ പറച്ചിലിനും ഒക്കെ അതിനൊരു പ്രത്യേകത ഉണ്ട്. കേട്ടങ്ങളെ, മടവൂരാരാന്ന് ചോദിച്ചവരോട് ഞങ്ങളുടെ പടച്ചോ മടവൂരാണ് എന്ന് ഇയാളെന്നെ പറഞ്ഞത്. ഏതറിയോ? നിങ്ങൾക്ക് പിന്നെ ഈ മടവൂരിനെ കുറിച്ചിട്ട് എത്രത്തോളം പാടാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ പാടിക്കോ, എങ്ങനെ പാടാൻ പറ്റുമോ അങ്ങനെയൊക്കെ നിങ്ങൾ പാടിക്കോ. ഇവിടെ അത് പ്രശ്നമല്ല. കാരണം എന്താ? എന്തിനു വേണ്ടിയാണ്? നാളെ ഇവരൊക്കെ സ്വർഗത്തേക്ക് മടവൂരാണ് കൊണ്ടുപോണത് എന്നാണ് മൂപ്പര് പറയുന്നത്. ഒരു സ്റ്റേജിൽ നിന്നിട്ട് അതിൽ എത്രയോ ആളുകൾ ഖുർആൻ പഠിച്ചവരുണ്ടാവും, എത്രയോ ആളുകൾ സത്യം അറിയുന്നവരുണ്ടാവും. പക്ഷെ ആ സത്യത്തിന് നാവ് പൊന്തിച്ച ആ വ്യക്തി ഒറ്റപ്പെടും. അത് പേടിച്ചിട്ട് ഞാനൊന്നും പറയല്ല എന്ന് വിചാരിച്ചിരുന്നിട്ട് പിന്നെ ഈ പ്രസംഗം കേട്ട ആളുകളുണ്ട്. അതിലുപരി തെറ്റെന്താ ശരിയെന്താന്ന് പോലും അറിയാതെ കുറച്ച് ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴത്തിന് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയും. എന്തിന്? ഓന്റെ ഈമാനം കിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ കുറച്ച് ആളുകളും ഉണ്ട്. ഇതൊന്നും അല്ല. ഇനി ഞാൻ വേറെ വീഡിയോ കാണിച്ചു തരാം, ആ ഒന്ന് കണ്ടോക്കി. പാട്ട് പാടുന്ന ഉസ്താദുമാരോട് നമുക്ക് പറയാം, മടവൂർ ശൈഖിനെ കുറിച്ചാണോ നിങ്ങൾ പാടുന്നത്? ധൈര്യത്തിൽ പാടിക്കോളൂ. ആ പാട്ടിനെ ശരഅനുസരിച്ച് സ്ഥിരീകരിക്കാൻ സാവിയത്ത് സൂഫിയ ഉണ്ട്. ആരെയും ഭയപ്പെടേണ്ടതില്ല. മശായിഖിനോട് യോജിച്ച നിയമത്തിൽ അവരെ സമ്മതത്തിലാണോ ഒന്നും ഭയപ്പെടണ്ട. കേട്ടോങ്ങളെ, ധൈര്യമായിട്ട് പേടിക്കോ, ഒന്നിനെയും ഭയപ്പെടണ്ട, ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങിയ പാട്ടാപ്പത്. അതായത് പിരികയറ്റി വിടാൻ ഇയാളും അതിന് എന്ത് തോന്നിവാസം പാടി തീർക്കാം മറ്റേ ചങ്ങായി. ഇതാണ് ഇവരുടെ അവസ്ഥ. ഇവരോടൊക്കെ എന്ത് പറയാനാ നമ്മള്? എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ആരാന്നറിയോ? ജൂതന്മാരാ. ജൂതന്മാരിൽ ഒരാൾ മരണപ്പെട്ടിട്ട് അയാളുടെ ശവശരീരം പിന്നെ കൊണ്ടുപോണത് കണ്ടിട്ട് അള്ളാന്റെ റസൂൽ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു എന്നാ പറയുന്നത്. ഏത്? അതൊരു പിന്നെ ജീവനില്ലാത്ത ശരീരം മാത്രമാണ്. അതിനോട് നമ്മൾ ഒരിക്കലും അനീതി കാണിക്കരുതേ. അതുകൊണ്ട് അതിനെപ്പോലും ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ച ഒരു ഇസ്ലാമിന്റെ ബാനറിൽ നിന്നിട്ടാണ് പറയുന്നത്. എപ്പിക്കാരെ നിങ്ങൾ വരരുതേ, ഇക്കാരെ നിങ്ങൾ വരരുതേ, എന്തിനാ നിങ്ങൾ വന്ന് നിസ്കരിച്ചിട്ട് ഞങ്ങളുടെ മയ്യത്ത് എന്നൊക്കെ. ഇങ്ങനത്തെ ആളുകളോടൊന്നും നമുക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഓരോ സംഘടനയും കൊണ്ടാണ് പോട്ടെ. ഓലിപ്പോ ഉംറക്ക് ഗ്രൂപ്പ് എടുത്തിട്ട് ആളെ കയറ്റണ മാതിരി മറ്റേ സ്വർഗത്തേക്ക് ആളെ കയറ്റാൻ വേണ്ടി നടക്കുക. അതിന് ഇവലെ പോക്കറ്റ് എങ്ങനെ നിറയും? അതൊക്കെ ഇവര് ചെയ്യും. അതന്നെയാണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ നിരീശ്വരവാദികൾ കണ്ടമാനം കൂടിയില്ലേ. ഇതൊക്കെ തന്നെ ഇവര് നന്നാക്കിയത് കൊണ്ട് കൂടിയതാണ് ഈ നിരീശ്വരവാദികൾ. എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഇവരെ മാതിരിയാകണം, അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സുബ്ഹാനല്ലയും ലായിലായും പിന്നെ അള്ളാഹു അക്ബറും ഒക്കെ പഠിച്ച ഓൺലൈനിൽ നല്ല മാർക്കറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇതൊന്ന് കണ്ടോക്കാം. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊരു ഉമ്മ ഫضല് പറയാൻ വന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നോ? എന്തായിരുന്നു ഫضല് കിട്ടിയത്? ങ്ങളിലും പോയി, പല സ്ഥലങ്ങളും പോയി, പല വാദങ്ങളും ശുഹദാക്കൾ അടുത്ത് വന്നു.
ഇവിടെ ഈ മജ്ലിസിൽ എന്റെ കൂടെ വന്നിരുന്നു, ഇവിടുത്തെ നിർദ്ദേശം സ്വീകരിച്ചു. അൽഹംദുലില്ലാഹ്. ഇപ്പൊ കുഞ്ഞുമോൾ എങ്ങനെ ഉണ്ടായി? നാളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇനി അടുത്ത് പറയുന്നതും വേണ്ടല്ലോ. നോക്കാം, ഓൺലൈൻ പ്രൊമോട്ടാണത്. അവിടെ വന്നു, പിന്നെ അപ്പോൾ ആ വന്നതിന്റെ പേരിൽ അവരുടെ എന്താണോ ആ സ്ത്രീക്ക് ഉദ്ദേശം, ആ ഉദ്ദേശം നടന്നു എന്ന് അതിന്റെ ഒരു ചെറിയൊരു ആഡപ്പ് നിങ്ങൾ കണ്ടത്. എന്തിനാ? ശരിക്കും ഒരു കാര്യം പറയട്ടെ, ഈ കഴിവുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു യഥാർത്ഥത്തിലൊരു കഴിവില്ല മനുഷ്യനാണെങ്കിൽ ഒരു ഓൺലൈനും വേണ്ട. ഇത്രയും അയാൾ ചെയ്തിട്ട് ആ സ്ത്രീക്ക് അങ്ങനെ ഒരു ഫലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇവിടെ വന്ന് വളമ്പേണ്ട കാര്യമല്ല. പക്കാ പരസ്യമാണ്, ഇപ്പോൾ പ്രൊമോഷൻ വീഡിയോ ആണ് ഇപ്പൊ കൊടുത്തത്. ഇവരെ പോലത്തെ ആളുകളൊക്കെ ആയിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭൂമി ഓക്കെയാണ്, അടിച്ചു പൊളിച്ച് ലാവിഷായിട്ട് ജീവിച്ച. അതിന് കുറച്ച്, അതായത് ഒരു ഫാത്തിയ സൂറത്തും കൂടി അറിയണം എന്നില്ല, ചെറിയൊരു സൂറത്ത് പോലും അറിയണം എന്നില്ല. 4 സുബ്ഹാനല്ലാഹി, 2 ലാ ഇലാഹ ഇല്ലല്ലാഹി, 3 അല്ലാഹു അക്ബർ മാത്രം മതി, ആലോ കായുണ്ടാക്കാം. ഇപ്പൊ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ്. ഭർത്താവ് അറിയാതെ സ്വർണം കൊണ്ടുപോയിട്ട് പിന്നെ പെണ്ണുങ്ങൾ കൊടുക്കണു, അരപ്പാവം മുക്കാപ്പാവം. ലാ സുബ്ഹാനല്ലാഹ്, എന്താണ് ആ പൊന്നുമ്മാടെ ഒരു നന്മ. ഈ ചങ്ങായി ഇവിടെ സ്വന്തം പെരക്ക് വാടക കൊടുക്കാനില്ലായിരിക്കാറ്, എന്നിട്ടുണ്ടാക്കിയ മുതലായിരിക്കും ഇവർക്ക് കൊണ്ടുപോയി നക്കാൻ കൊടുക്കുന്നത്. ഈ ജാതി കള്ളന്മാരില്ലാത്തോളം കാലമൊന്നും ഒന്നും നേരാകാൻ പോണില്ല. ഇതൊന്നും കണ്ടോക്കാണേ. ഈ മജ്ലിസിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് ഹൈർ തരികയാണെങ്കിൽ ഈ മജ്ലിസിലിരിക്കുന്നവർക്ക് അള്ളാഹു നരകം ഹറാമാക്കില്ല, നരകം ഹറാമാക്കും. സ്വർഗം അള്ളാഹു അവർക്ക് നൽകും, അവർക്ക് ഒന്നുകൂടി പറഞ്ഞ ഈ മജ്ലിസിലിരിക്കുന്നവർക്ക് അള്ളാഹു നരകം ഹറാമാക്കില്ല, നരകം ഹറാമാക്കും. സ്വർഗം അള്ളാഹു അവർക്ക് നൽകും, അവർക്ക് സ്വർഗം നൽകും. കേട്ടില്ല നിങ്ങളെ? മൂപ്പരന്നെ സത്യം പറഞ്ഞു. ഈ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നരകം ഹറാമാക്കൂലട്ടോന്ന്. എന്താപ്പ അതിന്റെ അർത്ഥം? അതായത് കൊണ്ടേയിടും തീയിലേന്ന്, നരകത്തിൽ തന്നെ കൊണ്ടേയിടും. അതാ ഒരിക്കലും ഹറാമാവൂല, നരകം തന്നെ പോലെ ഹലാലെന്ന്. അത് മൂപ്പര നാവും കൊണ്ട് തന്നെ അറിയാതെ പറഞ്ഞു പോയി. എന്നിട്ടും അവിടെ ഇരുന്ന് ആമീൻ പറഞ്ഞ എത്ര ആളുകളുണ്ട്? ബാക്കി പറ. നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങൾ ഇരിക്കുന്നത് ഹൈറാണ്, ഇത് തങ്ങൾക്കും ഹൈറാണ്. എന്ത് ചെയ്യണം? എല്ലാം ഒന്ന് സെറ്റപ്പാക്കി കൊണ്ടുവരണം. കാരണം ആളുകളൊക്കെ വരുത്തണം, ഒപ്പം കൂടി ഒരു ആളുകൾ ഇരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇജാദത്ത് ഞാൻ തന്നവരുണ്ട്, അതിലിരിക്കണം. കാരണം എനിക്ക് ഒരാളാണെങ്കിലും ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ മജ്ലിസ് നടത്തും. കാരണം ഇത് 8 വർഷമായി ഞാൻ നടത്തിക്കൊണ്ടുപോകുന്ന മജ്ലിസാണ്. എത്ര അനുഗ്രഹങ്ങളാണ് അള്ളാഹുവിന്റെ കൺമുന്നിലും എനിക്കും തന്നിട്ടുള്ളത്. എന്റെ ഹളറത്തിൽ വന്നിട്ട് രോഗം അള്ളാഹു മാറ്റിക്കൊടുക്കും എത്ര ആളുകൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മജ്ലിസിലിരിക്കണം. എല്ലാവരും ഒരുപോലെയാണ്. വിവാദങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. മൂപ്പര് പറയുന്നത് എന്താ വെച്ചിട്ടാ, എന്റെ ഹളറത്തിൽ വന്നിട്ട് എത്ര രോഗം അള്ളാഹു മാറ്റിക്കൊടുത്തവരുണ്ട് എന്ന്. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രങ്ങാനും ഹോസ്പിറ്റലുണ്ട്. എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു രോഗിനെ അവിടുന്ന് ഒന്ന് രക്ഷിച്ചു കൊണ്ടാൻ കഴിയോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെയ്ത് കാണിക്കും. നിങ്ങളെ ഹളറത്തേക്ക് തന്നെ വരണമെന്ന് വാശി പിടിക്കരുതേ. പടച്ചോനെ ഒരിക്കലും അങ്ങോട്ട് പറഞ്ഞിട്ടില്ലല്ലോ. കാരണം നിങ്ങളെ ഹളറത്തേക്ക് വന്നാലേ കായിട്ടുള്ളൂ, സ്വർണം കിട്ടുള്ളൂ. എന്നാ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ചാണ് ജീവിച്ച. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്തൊക്കെ ആർക്കൊക്കെ പറയണ്ടാവും എനിക്കറിയില്ല. പക്ഷെ ആര് പറഞ്ഞാലും മറ്റേ മത്തായി പണ്ട് പറഞ്ഞില്ലേ, അതാണ് എനിക്ക് ഉള്ള കാര്യം പറയാലോ. അതായത് ഞാൻ ഒരിക്കലും ഇതിനെ ന്യായീകരിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ വിമർശിക്കുകയല്ല ചെയ്യണേ. ഉള്ളത് പോലെ പറയുന്നത്. 100% കള്ളന്മാരെ കയ്യിലാണ് ഇപ്പോ ദീന്. 90% ഈ ഐറ്റക്കാരുമാണ്. എന്താ ചെയ്യുക? പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ആളുകളുണ്ടല്ലോ, അത് നല്ല മനുഷ്യരാ. ഓലെന്ന് പറഞ്ഞാൽ വേറെ ലോക. ഇപ്പൊ ഇതുപോലത്തെ തലീക്കെട്ടില്ല നല്ല മനുഷ്യന്മാരും നല്ല ആളുകളും നല്ല രീതിയിൽ ജീവിക്കുന്നവരും ഒക്കെ ഇഷ്ടം പോലെ അതിലപ്പുറം ഉണ്ട്. പക്ഷെ അവർക്കും കൂടി രംഗത്തിറങ്ങാൻ പറ്റാത്തൊരു എന്താ പറയാ സിറ്റുവേഷനും ഒരു അവസ്ഥയിലേക്കുമാണ് ഇവരുടെ നീക്കം. ഇവരിപ്പോ ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതിലാണ് ഇവരെ സലാത്തുന്തും. മറ്റേ ഇതിലൊക്കെ ഇരുന്നിട്ട് വെള്ളം ഊതിയിട്ട് ഫു എന്ന് പറയുമ്പോ മൊബൈലിന്റെ അടുത്തൊക്കെ കുപ്പിയ കുടിച്ചാ. എന്തിനാ? ആ ഊത്തും കെട്ട് കിട്ടിയിട്ട് വേണം ഈ വെള്ളം മറ്റേതാക്കാന്. ബർക്കത്തില്ല വെള്ളമാക്കിയിട്ട് പിന്നെ അത് കുടിച്ചാൽ പനി മാറും, ജലദോഷം മാറും. വയറിളക്കം ഇല്ലാത്തവനിക്ക് വയറിളകിക്കോളും, ഉള്ളവനിക്ക് നിന്നോളും. ഇതൊക്കെ ഈ മൊബൈലിൽ കൂടെ ബല് ഊതുന്നതാണ് ഇതാക്കണത്.
സ്പീക്കറിന്റെ ഒക്കെ അവിടെ കുപ്പിയും ഗ്ലാസും വെള്ളമൊക്കെ കൊണ്ടുവയ്ക്കണത്. ഇത്ര അന്തല്ലാത്ത ഓരോ മനുഷ്യന്മാരെ കാര്യം. ഇവരത്തൊക്കെ ഞാൻ പിന്നെ എന്ത് പറയാനാ? ശരി എന്നാ പോട്ടെ. അല്ലാ